സോയാബീനിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത്? സോയാബീൻ കഴിക്കുന്നത് നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലതാണോ അല്ലേ? ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇന്നത്തെ വീഡിയോ സോയാബീനെ കുറിച്ചാണ്. വെൽക്കം ബാക്ക് ടു ഡോഫോഡി. നമുക്ക് തുടങ്ങാം. ആദ്യമായി സോയാബീൻ എന്താണെന്ന് പറയാം. നമ്മളെല്ലാവരും സ്കൂളിൽ പഠിച്ചതുപോലെ ഒരു പ്ലാന്റിൽ നിന്നും കിട്ടുന്ന ഏറ്റവും റിച്ചസ്റ്റ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ എന്ന് പറയുന്നത് സോയാബീനാണ്. സോയാബീൻ എന്ന് പറയുന്നത് ലെഗ്യൂംസ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു തരത്തിലുള്ള ബീനാണ്. ഇതേ വിഭാഗത്തിൽ തന്നെയാണ് നമ്മളുടെ ചെറുപയറും വൻപയറും ഒക്കെ ഉൾപ്പെടുന്നത്. ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ സോയ ബീൻ ആയിട്ടല്ല, കൂടുതലായിട്ടും സോയ ചങ്ക്സ് ആയിട്ടും സോയാബീൻ്റെ തന്നെ സോയ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള മറ്റ് പല തരത്തിലുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ട്. അതിൻ്റെ ഉദാഹരണം ടോഫു, സോയ മിൽക്ക്. ഏകദേശം 20,000-ലും കൂടുതൽ ഫുഡ് ഐറ്റംസിൽ സോയ പ്രോട്ടീൻ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് ലേറ്റസ്റ്റ് റിപ്പോർട്ട്സ് പറയുന്നത്. ഇനി സോയാബീൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് പറയാം. ആദ്യമായി പറയാനുള്ളത് സോയാബീനിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻസിനെ കുറിച്ചാണ്. പ്രോട്ടീൻസ് ഉണ്ടാക്കുന്ന ബിൽഡിംഗ് ബ്ലോക്സിനെ നമ്മൾ അമിനോ ആസിഡ്സ് എന്ന് പറയും. ഇസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാക്കാൻ പറ്റില്ല, നമുക്ക് ഭക്ഷണത്തിലൂടെ തന്നെ കിട്ടണം. പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഏതൊരു ഭക്ഷണം കഴിക്കുകയാണെന്നുണ്ടെങ്കിലും അതിൽ ഇസെൻഷ്യൽ അമിനോ ആസിഡ്സ് 9 എണ്ണം അടങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊരു കംപ്ലീറ്റ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ പ്ലാന്റ് സോഴ്സസ് അല്ലെങ്കിൽ വെജിറ്റബിൾസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ എല്ലാ വിധത്തിലുള്ള ഇസെൻഷ്യൽ അമിനോ ആസിഡ്സും അടങ്ങിയിരിക്കുന്ന ഒരു സോഴ്സ് ഓഫ് പ്രോട്ടീൻ സത്യം പറഞ്ഞാൽ ഇല്ല എന്ന് പറയാം. അതിൻ്റെ ഒരു എക്സെപ്ഷൻ സോയാബീൻ മാത്രമാണ്. നേരെ മറിച്ച് ആനിമൽ സോഴ്സസ് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഡയറി പ്രൊഡക്ട്സ് ആണെങ്കിലോ മീറ്റ് ആണെങ്കിലോ ഫിഷ് ആണെന്നുണ്ടെങ്കിലോ അതിൽ ഇസെൻഷ്യൽ അമിനോ ആസിഡ്സ് കിട്ടാൻ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെയാണ് ആനിമൽ സോഴ്സസ് എപ്പോഴും പ്ലാന്റ് സോഴ്സ് ഓഫ് പ്രോട്ടീനേക്കാളും മികച്ചതാണെന്ന് പറയുന്നത്. പക്ഷേ സോയാബീൻ അങ്ങനെയല്ല. സോയാബീൻ പ്ലാന്റ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ ആണെങ്കിൽ പോലും അതിൽ എല്ലാ വിധത്തിലുള്ള അമിനോ ആസിഡ്സും ഉണ്ട്. പ്രോട്ടീൻ കണ്ടന്റ് ആനിമൽ സോഴ്സസിന് വെച്ച് നോക്കുമ്പം ഏകദേശം സെയിം ലെവലിൽ തന്നെ വരുന്നുണ്ട്. ഇനി എത്ര പ്രോട്ടീനാണ് അടങ്ങിയിരിക്കുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ 100 ഗ്രാം കുക്ക്ഡ് ഗ്രീൻ സോയാബീനിൽ അടങ്ങിയിരിക്കുന്നത് 12.6 ഗ്രാം പ്രോട്ടീനാണ്. അതേസമയം 100 ഗ്രാം അൺകുക്ക്ഡ് ആയിട്ടുള്ള പാകം ചെയ്യാത്ത സോയാബീൻ ചങ്ക്സ് ആണെന്നുണ്ടെങ്കിൽ അതിൽ അടങ്ങിയിരിക്കുന്നത് 52 ഗ്രാംസ് ഓഫ് പ്രോട്ടീനാണ്. 100 ഗ്രാം കുക്ക്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പാകം ചെയ്തിട്ടുള്ള ചെറുപയറിൽ 7 ഗ്രാം പ്രോട്ടീനാണ് അടങ്ങിയിരിക്കുന്നത്. ഇനി കാർബോഹൈഡ്രേറ്റ്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സോയാബീനിൽ അടങ്ങിയിരിക്കുന്ന കാർബോഹൈഡ്രേറ്റ്സും കുറവാണ്. 140 കാലറീസാണ് 100 ഗ്രാം സോയാബീനിൽ നിന്നും കിട്ടുന്നത്. പക്ഷേ അതേസമയം 100 ഗ്രാം സോയ ചങ്ക്സ് ആണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ അതിൽ നിന്നും 340, ഏകദേശം 100 ഗ്രാം ആട്ടയിൽ നിന്നും കിട്ടുന്ന സെയിം കാലറീസ് കിട്ടുന്നുണ്ട്. 100 ഗ്രാം സോയ ചങ്ക്സിൽ 33 ഗ്രാം കാർബോഹൈഡ്രേറ്റ്സും 13 ഗ്രാം ഡയറ്ററി ഫൈബറും അടങ്ങിയിട്ടുണ്ട്. ഇനി സോയാബീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വെറും 1 കപ്പ് സോയാബീനിൽ 10 ഗ്രാമിൻ്റെ അടുത്ത് ഡയറ്ററി ഫൈബർ കിട്ടുമെന്നാണ് പറയുന്നത്. ആനിമൽ സോഴ്സ് ഓഫ് പ്രോട്ടീൻ നോക്കുകയാണെങ്കിൽ, അതായത് ഫിഷ് ആണെങ്കിലും മീറ്റ് ആണെന്നുണ്ടെങ്കിലും അത്തരത്തിലുള്ള പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫൈബർ കിട്ടില്ല. പക്ഷേ സോയാബീൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല. ഇതൊരു പ്ലാന്റ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ ആയതുകൊണ്ട് പ്രോട്ടീൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഡയറ്ററി ഫൈബറും കിട്ടുന്നുണ്ട്. ഡയറ്ററി ഫൈബറിന് പലതരത്തിലുള്ള ഗുണങ്ങളുണ്ട്. അതിൽ ഒരെണ്ണം നിങ്ങളുടെ കൊളസ്ട്രോൾ ലെവൽ കുറച്ച് നിർത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് പ്രമേഹം ഉള്ള രോഗികൾക്കും ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ളവർക്കും വളരെയധികം ബെനിഫിഷ്യലാണ്. ഇനി സോയാബീനിൽ അടങ്ങിയിരിക്കുന്ന ഫാറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അതിൽ ഇസെൻഷ്യൽ ആയിട്ടുള്ള omega-3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട്. സാച്ചുറേറ്റഡ് ഫാറ്റ് കുറവാണ്, അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ് ആണ് കൂടുതൽ അടങ്ങിയിട്ടുള്ളത്. അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ആണ് നമുക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാതെ നോക്കാൻ കൂടുതലും ബെനിഫിഷ്യൽ ആയിട്ടുള്ളത്. സോയാബീനിൽ നിന്നും സോയ ചങ്ക്സ് ഉണ്ടാക്കുന്ന സമയത്ത് ഈ പറയുന്ന ഫാറ്റ് കളഞ്ഞിട്ടാണ് നമ്മൾ സോയ ചങ്ക്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ഒരു സ്റ്റഡിയിൽ കണ്ടെത്തിയിട്ടുള്ളത് റെഗുലറായിട്ടും 25 ഗ്രാം സോയാബീൻ എല്ലാ ദിവസവും കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടോട്ടൽ കൊളസ്ട്രോളിൻ്റെ അളവ് കുറയും, HDL കൊളസ്ട്രോളിൻ്റെ അളവ് കൂടും, LDL കൊളസ്ട്രോളിൻ്റെ അളവ് കുറയുന്നതാണ്. ഈ ഒരു കാരണം കൊണ്ട് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ളവർക്ക് സോയാബീൻ എല്ലാ ദിവസവും കഴിക്കുന്നത് ബെനിഫിഷ്യൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇനി മിനറൽസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സോയാബീനിൽ നല്ല രീതിയിൽ അയൺ അടങ്ങിയിട്ടുണ്ട്. ഇത് വെജിറ്റേറിയൻസിന് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം സ്ട്രിക്റ്റ് വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്നവർക്ക് അയൺ ഡെഫിഷ്യൻസി അനീമിയ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. കാരണം അയൺ കൂടുതലായിട്ടും ആനിമൽ ഫുഡിലാണ് അടങ്ങിയിട്ടുള്ളത്. ഇനി അയൺ കൂടാതെ സോയാബീനിൽ അത്യാവശ്യം നല്ല രീതിയിൽ കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്. അത് സോയ ചങ്ക്സിലും ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇതുകൂടാതെ സോയാബീനിൽ നല്ല രീതിയിൽ പൊട്ടാഷ്യം അടങ്ങിയിട്ടുണ്ട്. 1 കപ്പ് സോയാബീനിൽ ഏകദേശം 800 മില്ലിഗ്രാം പൊട്ടാഷ്യം കിട്ടുമെന്നാണ് പറയുന്നത്. അതായത് ഒരു വലിയ നേന്ത്രപ്പഴത്തിൽ നിന്ന് കിട്ടുന്ന പൊട്ടാഷ്യത്തിൻ്റെ ഇരട്ടി ഉണ്ടാവും. മറ്റൊരു സ്റ്റഡിയിൽ കണ്ടെത്തിയിട്ടുള്ള കാര്യം റെഗുലറായിട്ടും സോയാബീൻ എല്ലാ ദിവസവും കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ബ്ലഡ് പ്രഷർ കുറയുമ്പോൾ തന്നെ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളും സ്ട്രോക്ക് പോലത്തെ കണ്ടീഷൻസ് വരുന്നതിൻ്റെ ചാൻസസ് 14% കുറയ്ക്കാനും സാധിക്കുമെന്ന് പറയുന്നുണ്ട്. ഇനി പറയാനുള്ളത് സോയാബീനിൽ അടങ്ങിയിട്ടുള്ള ഐസോഫ്ലേവിൻസിനെ കുറിച്ചാണ്. ഐസോഫ്ലേവിൻസ് എന്ന് പറയുന്നത് ഫീമെയിൽ സെക്സ് ഹോർമോൺ ആയിട്ടുള്ള ഈസ്ട്രജൻ, അതിൻ്റെ അതേപോലത്തെ ഷേപ്പും സ്ട്രക്ചറും ഒക്കെ ഉള്ള ഒരു തരത്തിലുള്ള ബയോ ആക്റ്റീവ് കോമ്പൗണ്ടാണ്.
ആർത്തവ വിരാമമായിട്ടുള്ള സ്ത്രീകളിൽ പലതരത്തിലുള്ള സിംറ്റംസ് ഉണ്ടാവുന്നത് ഈസ്ട്രജൻ്റെ അളവ് കുറഞ്ഞു വരുന്നതുകൊണ്ടാണ്. അവർക്ക് എല്ലിൻ്റെ തേയ്മാനം കൂടാം, ഓസ്റ്റിയോപോറോസിസ് ഉണ്ടാവാം, ഫ്ലഷസ് ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ പോസ്റ്റ് മെനോപോസൽ ആയിട്ടുള്ള സ്ത്രീകൾക്ക് സോയാബീൻ റെഗുലറായിട്ടും കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സിംറ്റംസ് കുറയ്ക്കാൻ സാധിക്കും. അവരുടെ ബോൺ ഹെൽത്ത്, ബോൺ സ്ട്രോങ് ആക്കാൻ സാധിക്കും. പോസ്റ്റ് മെനോപോസൽ സിംറ്റംസ് കുറയ്ക്കാൻ സാധിക്കുന്നതാണ് പറയുന്നത്. ഇതേ ഐസോഫ്ലേവിൻസ് കാരണമാണ് സ്ത്രീകളിൽ ബ്രസ്റ്റ് ക്യാൻസർ വരുന്നതിൻ്റെ ചാൻസസ് സോയാബീൻ റെഗുലറായിട്ടും കഴിച്ചവർക്ക് 50% വരെ കുറവായിരുന്നു എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഐസോഫ്ലേവിൻസിൻ്റെ ഗുണം സ്ത്രീകൾക്ക് മാത്രമല്ല, പുരുഷന്മാരിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ വരുന്നതിൻ്റെ ചാൻസസും കുറയ്ക്കാൻ സാധിക്കുന്നതാണ് പറയുന്നത്. പ്രോസ്റ്റേറ്റ് ക്യാൻസർ പുരുഷന്മാരെ ബാധിക്കുന്ന സെക്കൻഡ് മോസ്റ്റ് കോമണസ്റ്റ് ക്യാൻസർ ഇൻ ദ വേൾഡ് എന്നാണ് പറയുന്നത്. മോസ്റ്റ് കോമൺ ക്യാൻസർ പുരുഷന്മാരിൽ വരുന്നത് ലങ് ക്യാൻസറാണ്. മറ്റൊരു സ്റ്റഡിയിൽ പറയുന്നത് സോയാബീനിൽ അടങ്ങിയിരിക്കുന്ന ഫൈറ്റോ ഈസ്ട്രജന് പ്രോസ്റ്റേറ്റിൻ്റെ ക്യാൻസർ സെൽസ് അതിൻ്റെ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഗ്രോത്ത് അതിനെ കുറച്ച് നിർത്താൻ പറ്റും, ഇൻഹിബിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതുകൂടാതെ സോയാബീനിന് മറ്റ് പലതരത്തിലുള്ള ബെനിഫിറ്റ്സ് ഉണ്ട്. പ്രഗ്നൻസി പീരീഡിലും പെരിനേറ്റൽ പ്രസവം കഴിഞ്ഞ ഉടനെ തന്നെ സ്ത്രീകൾക്ക് ബെനിഫിഷ്യൽ ആണെന്നാണ് പറയുന്നത്. ഡിപ്രസീവ് സിംറ്റംസ് കുറയ്ക്കാൻ നല്ലതാണെന്ന് പറയുന്നുണ്ട്. ഹെൽത്തി സ്കിന്നിന് വേണ്ടിയിട്ട് സോയാബീൻ കഴിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നുണ്ട്. റീനൽ ഫംഗ്ഷൻ, നിങ്ങളുടെ കിഡ്നി ഫംഗ്ഷൻ മികച്ചതാക്കാനും സോയാബീനിന് കഴിവുണ്ടെന്നാണ് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളൊരു സ്ട്രിക്റ്റ് വെജിറ്റേറിയൻ ആണെന്നുണ്ടെങ്കിലും നോൺ വെജിറ്റേറിയൻ, നിങ്ങൾ മിക്സഡ് ഡയറ്റ് കഴിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള പ്രോട്ടീൻ കിട്ടണമെന്നുണ്ടെങ്കിൽ, അത് പ്ലാന്റ് സോഴ്സ് ആവണമെന്നുണ്ടെങ്കിൽ സോയാബീൻ നല്ലൊരു ഫുഡ് ഐറ്റമാണ്. ഇത് പ്രമേഹമുള്ളവർക്കും ഹൈ ബ്ലഡ് പ്രഷർ ഉള്ളവർക്കും ഹൈ കൊളസ്ട്രോൾ ലെവലുള്ളവർക്കും ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ളവർക്കും എല്ലാവർക്കും ബെനിഫിഷ്യൽ ആണെന്നാണ് പറയുന്നത്. ഇനി സോയാബീൻ്റെ പ്രോബ്ലംസും കൂടി എന്താണെന്ന് പറയാം. സോയാബീനിൽ അടങ്ങിയിരിക്കുന്ന ഐസോഫ്ലേവിൻസ് ഫീമെയിൽ സെക്സ് ഹോർമോൺ ആയിട്ടുള്ള ഈസ്ട്രജന് സെയിം ആയിട്ടുള്ള സ്ട്രക്ചറാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഈ ഒരു കാരണം കൊണ്ട് തന്നെ പുരുഷന്മാരിൽ ഈസ്ട്രജൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാവുമോ, ഗൈനക്കോമാസ്റ്റി ഉണ്ടാവുമോ, ഇനി സ്ത്രീകൾക്കാണെങ്കിൽ തന്നെ മറ്റ് പലതരത്തിലുള്ള ക്യാൻസേഴ്സ് വരാൻ സാധ്യത ഉണ്ടോ എന്നൊക്കെ നോക്കുന്ന തരത്തിലുള്ള പലതരത്തിലുള്ള സ്റ്റഡീസ് 10-30 വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഹ്യൂമൻ ട്രയൽസിൽ, മനുഷ്യന്മാരിൽ നടത്തിയിട്ടുള്ള ട്രയൽസിലൊന്നും ഇതിന് കൃത്യമായിട്ടുള്ള എവിഡൻസോ പ്രൂഫോ തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. മൃഗങ്ങളിൽ നടത്തിയിട്ടുള്ള ചില സ്റ്റഡീസിൽ മാത്രമാണ് ഇതിനെ കൊണ്ട് ചില തരത്തിലുള്ള പൊട്ടൻഷ്യൽ ഹാംഫുൾ സൈഡ് എഫക്ട്സ് ഉണ്ടെന്ന് പറയുന്നത്. യൂറോപ്യൻ ഫുഡ് സേഫ്റ്റി അതോറിറ്റി പറയുന്നത് സോയാബീനിൽ അടങ്ങിയിരിക്കുന്ന ഐസോഫ്ലേവിൻസ് കഴിച്ചത് കാരണം സ്ത്രീകൾക്ക് ബ്രസ്റ്റ് ക്യാൻസറോ യൂട്രൈൻ ക്യാൻസറോ തൈറോയ്ഡ് ക്യാൻസറോ ഒന്നും വരാൻ സാധ്യതയില്ല, അതിനൊന്നും റോൾ ഇല്ല എന്നാണ് പറയുന്നത്. US FDA പോലും ഐസോഫ്ലേവിൻസ് കാരണം ക്യാൻസേഴ്സ് വരാൻ ചാൻസ് ഇല്ല, ഐസോഫ്ലേവിൻസ് സേഫ് ആണെന്നാണ് പറയുന്നത്. ഇനി സോയാബീൻ അല്ലാതെ മറ്റ് പലതരത്തിലുള്ള രൂപങ്ങളിൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളത് സോയ ചങ്ക്സ് ആണ്. സോയ ചങ്ക്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന സോയ ചങ്ക്സ് ആയിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇനി സോയ ചങ്ക്സ് ആക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഷെൽഫ് ലൈഫ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് 1-2 വർഷം വരെ വേണമെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ സോയ ചങ്ക്സ് അങ്ങനെ തന്നെ പ്രിസർവ് ചെയ്ത് വെക്കാൻ സാധിക്കും. പോരാത്തതിന് സോയാബീനിൽ നിന്നും സോയ ചങ്ക്സ് ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ നിന്നും ഫാറ്റ് കളയും, കൊളസ്ട്രോളിൻ്റെ അളവ് കുറയും, പ്രോട്ടീൻ്റെ കോൺസെൻട്രേഷൻ കൂടുകയാണ് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ കാർബോഹൈഡ്രേറ്റ്സും കൂടുന്നുണ്ട്. സോയ ചങ്ക്സിൻ്റെ പ്രത്യേക തരത്തിലുള്ള ടെക്സ്ചർ കാരണം, അതിൻ്റെ മീറ്റ് പോലത്തെ ക്യാരക്ടറിസ്റ്റിക്സ് കാരണം ഇതിനെ വെജിറ്റേറിയൻ മീറ്റ് എന്നും പറയാറുണ്ട്. 100 ഗ്രാം പാചകം ചെയ്യാത്ത സോയ ചങ്ക്സിൽ 52 ഗ്രാം പ്രോട്ടീനാണ് അടങ്ങിയിട്ടുള്ളത്. അതായത് പകുതിയിലും കൂടുതൽ പ്രോട്ടീൻ തന്നെയാണ്. അതിൽ 33 ഗ്രാമും കാർബോഹൈഡ്രേറ്റ്സ് ആയിരിക്കും. ഈ 33 ഗ്രാം കാർബോഹൈഡ്രേറ്റ്സിൽ നിന്നും 340 കാലറീസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. പ്ലസ് അതിൻ്റെ കൂടെ 13 ഗ്രാം ഡയറ്ററി ഫൈബർ കിട്ടും, കാൽഷ്യം, അയൺ പോലത്തെ മിനറൽസും കിട്ടും. ഇനി എത്ര സോയാബീനാണ് ഒരു ദിവസം കഴിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല രാജ്യങ്ങളിലും പല രീതിയിലാണ് ഫോളോ ചെയ്യുന്നത്. ജപ്പാനിൽ സോയാബീൻ എല്ലാം ഫെർമെൻറ്റഡ് രൂപത്തിലാണ് കഴിക്കുന്നത്. അവർ ഒരു ദിവസം 6 മുതൽ 15 ഗ്രാം വരെ സോയാബീൻ കഴിക്കാറുണ്ട്. US സോയാബീൻ കഴിക്കുന്നതിൻ്റെ അളവ് വീണ്ടും കുറവാണ്, 3 മുതൽ 5 ഗ്രാം വരെയൊക്കെയാണ് ഒരു ദിവസം. റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന സോയ പ്രോട്ടീൻ്റെ അളവ് ഒരു ദിവസം എന്ന് പറയുന്നത് 25 ഗ്രാംസ് ആണ്. 25 ഗ്രാം സോയ പ്രോട്ടീൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1.25 കപ്പ് ടോഫു കഴിക്കണം. ടോഫു എന്ന് പറയുന്നത് സോയാബീനിൽ നിന്നും ഉണ്ടാക്കുന്ന ഒരു തരത്തിലുള്ള ഫുഡ് ഐറ്റം തന്നെയാണ്. 1 മുതൽ 2 കപ്പ് സോയ മിൽക്ക് ആണെന്നുണ്ടെങ്കിലും അതിൽ നിന്നും നിങ്ങൾക്ക് 25 ഗ്രാംസ് സോയ പ്രോട്ടീൻ കിട്ടും. അതും അല്ലെങ്കിൽ 1 ഔൺസ് സോയ ഫ്ലവർ, സോയാബീൻ പൊടിച്ചിട്ടുള്ള പൊടി, അതൊന്നും നിങ്ങൾക്ക് 25 ഗ്രാം സോയ പ്രോട്ടീൻ കിട്ടും. ടോഫു എന്ന് പറയുന്നത് സോയാബീൻ്റെ ഒരു ഫെർമെൻറ്റഡ് ഫോമാണ്. സോയ മിൽക്കും ഇപ്പം വളരെ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫുഡ് ഐറ്റമാണ്. സോയ മിൽക്കും കാൽഷ്യത്തിൻ്റെയും അയണിൻ്റെ ഒരു റിച്ച് സോഴ്സ് ആണെന്നാണ് പറയുന്നത്. ഡീഫാറ്റഡ്, അതായത് അതിൽ നിന്നും ഫാറ്റ് കളഞ്ഞിട്ടുള്ള മിൽക്കും ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങളുടെ കൊളസ്ട്രോൾ ലെവൽ ഓൾറെഡി ഹൈ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗത്തിന്
മരുന്ന് കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഫാറ്റ് കളഞ്ഞിട്ടുള്ള സോയ മിൽക്ക് വാങ്ങുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി എനിക്കറിയേണ്ടത് നിങ്ങൾ സോയാബീൻ ഉപയോഗിച്ചിട്ട് എന്തൊക്കെ തരത്തിലുള്ള ഭക്ഷണങ്ങളാണ് പാകം ചെയ്യാറ്, ആ കാര്യം ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചെറുപയറിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുക. ഹെൽത്തി ഫുഡിനെ കുറിച്ച് ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഈ പ്ലേലിസ്റ്റിൽ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കണ്ട. ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക് യു സോ മച്ച് വാച്ചിങ്. ബൈ.